ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. നടപടിയാവോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ സമയം 8 മണിയാവാൻ പോകണം കേട്ടോ. റൈഹുവിന് സ്കൂളുണ്ട്. റൈഹുവിനെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ റോഡിൽ വന്ന് നിന്നതാണ്. റോഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങാൻ പോയില്ല, വീട്ടിൻ്റെ അവിടെ തന്നെയാണ്. ഇക്കാടോടെ പറഞ്ഞു വിട്ടു കേട്ടോ. ഇക്കാടോടെയാണ് ഇപ്പം 2-3 ദിവസമായിട്ട് പോണത്. കാരണം രാവിലെ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അവന് പള്ളിയുണ്ട്. പള്ളി കഴിഞ്ഞ് വന്നിട്ടാണ് സ്കൂളിൽ പോണത്. അപ്പം 10 മിനിറ്റത്തെ ഗ്യാപ്പിലാണ് കേട്ടോ കൊച്ചു പാവം ഓടിപ്പടച്ച് പോണത്. കഴിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇക്കാരോടെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇവിടെ വന്ന് നിന്നതാ. ഇവിടെ അതേ അന്നിക്കുട്ടനുണ്ട്. അന്നൂസിന് പള്ളിയുണ്ട്. അപ്പോൾ ഇനി അവളെ കൊണ്ടുവന്നിട്ട് പള്ളിയിലാക്കണം. കുപ്പിയൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുക. വേറൊന്നും എടുത്തില്ലെങ്കിലും ആദ്യമേ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കുന്നത്. ഇനി അവളെ റെഡിയാക്കിയിട്ട് പള്ളിയിൽ കൊണ്ടുപോയിട്ട് ആക്കണം. രാവിലെ എഴുന്നേറ്റ് കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് കേട്ടോ. അരിയടുപ്പിൽ കിടക്കുന്നുണ്ട്. ദോശ ഉണ്ടാക്കി. ഉള്ളിക്കറി ഇന്നലെ രാത്രി ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അതും റൈഹുവിന് കൊടുത്തു വിട്ടു. അതായത് കഴിക്കാൻ കൊടുത്തു വിട്ടു. കഴിച്ചിട്ട് പോയി. അങ്ങനെയല്ലേ പറയാം. കഴിച്ചിട്ട് പോയി. അവന് 11 മണി വരെയൊക്കെയുള്ള ക്ലാസ്സേ ഉള്ളൂ കേട്ടോ. 8 മണി തൊട്ട് 11 മണി വരെയാണ് ക്ലാസ്. അപ്പോൾ ഇക്ക തിരിച്ച് വരുമ്പോൾ ഇന്നലെയൊക്കെ വിളിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ എന്താവും അവസ്ഥയെന്ന് അറിയത്തില്ല. വരുന്ന അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇക്ക വരുന്ന ടൈം അനുസരിച്ചിട്ടിരിക്കും കേട്ടോ. 11 മണിയാണ്. അപ്പോൾ വിളിച്ചിട്ട് വരുമായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ വന്നിട്ട് ഒന്നും കൂടി പോകേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാൻ പോകണം. അപ്പോൾ എന്തായാലും നോക്കാം ഇന്ന് എന്ത് സംഭവിക്കും എന്ന്. അപ്പോൾ ഇനി പോയിട്ട് അന്നമ്മേനെ റെഡിയാക്കി പള്ളിയിൽ പോകും. അല്ലേ അന്നു? പള്ളിയിൽ പോകും. അപ്പോൾ ഇവിടെ മണ്ണൊക്കെ എടുത്തിട്ട് അത് മഴ പെയ്ത് ഒരുവിധം സെറ്റായി കേട്ടോ. വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി ഒരുവിധം സെറ്റായി. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ആകെ കുളമായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ ഇനി പോയിട്ട് അന്നൂനെ ഒരുക്കണം. എന്നിട്ട് മീനെടുത്ത് വെള്ളത്തിലിട്ടേക്കുക. അതൊന്ന് കറിയാക്കണം. ബാക്കിയുള്ളവർക്ക് മീൻ കറിയും ദോശയാക്കാമെന്ന് വിചാരിച്ചു. ഒരു എളുപ്പപ്പണി. വേറെ കറിയൊന്നും വെക്കണ്ടല്ലോ, ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ പിന്നെ ഒരു കറിയിലങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ എനിക്ക് കുറച്ച് വീഡിയോസ് നമ്മളെ ഹന്നത്തിലോട്ട് എടുക്കാനുണ്ട്. കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ അയക്കാനുണ്ട്. പിന്നെന്താ, ഇന്നെനിക്ക് ക്ലാസ് ഉള്ള ദിവസമാണ്. അതുകൊണ്ട് ചടപടി കുറച്ച് ജോലികളൊക്കെ ഒതുക്കിയാൽ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം നേരെ നമുക്ക് പോയിട്ട് അന്നിക്കുട്ടനെ ഒരുക്കാം. ബൈ. ഇവിടെ അരി ഒരുവിധം വെന്തില്ല എന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ വാത്തിടാതെ പോകാനും പറ്റൂല എന്ന സമയവുമായി. അപ്പോൾ അതേ റെഡിയായി. അന്നു ഇവിടെ കാണുന്നില്ല. വേഗം പോ. അന്നു പഠിച്ചത് എന്തരായിരുന്നു? ഗുഡ്. അങ്ങ് എത്തുമ്പോൾ മറന്നു പോവോ? ഒതുങ്ങി വാ. മറന്നു പോവോ? ഇന്നും പോയി മറന്നിട്ട് വരുമോ? പോന്നാ? അപ്പോൾ അന്നമ്മേനെ കൊണ്ടാക്കിയിട്ട് വന്നു. പതിവ് പോലെ നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ന്യൂസിനെ കൊണ്ടാക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. കാരണം മുകളിൽ പെരയിടത്തിലേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നൊക്കെ ചീത്തയായിപ്പോയി. നമ്മളെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ സിമൻ്റൊക്കെ വീണിട്ട് ആ സൈഡിലായിരുന്നത്. അപ്പോൾ അതൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നേരെ അടുക്കളയിലോട്ട് കാരണം മീൻകറി പെട്ടെന്ന് വെക്കണം. കാപ്പി കൊടുക്കാനുണ്ട്. 9 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അന്നുവിനെ കൊണ്ടാക്കി പെട്ടെന്ന് വരണമെന്ന് വിചാരിച്ചാണ് എന്നും പോണത്. പക്ഷേ നടപടിയാവൂല. അവിടെ മാമിയുടെ അടുത്തൊക്കെ കുറച്ച് നേരം കഥ പറഞ്ഞങ്ങനെ നിൽക്കും. അതുകൊണ്ടാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് മീനൊക്കെ ഒന്ന് കണ്ടിച്ച് റെഡിയാക്കാം. മീൻകറിക്കുള്ള തക്കാളി, ഉള്ളി, ഇഞ്ചിയും അതുപോലെ മുളകുമൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കിട്ടിയത് കുഞ്ഞു മീനാണ്. നമ്മുടെ നെത്തോലിയും ചാളയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളത്. അത് ദേ കഴുകി കണ്ടിച്ചെടുത്തപ്പോൾ മുള്ള് വേറെ മീൻ വേറെ എന്നുള്ള അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂടുതലായിട്ടും പുളിക്കറിയില്ലേ, അതാട്ടോ വയ്ക്കുക. ഇക്കാട് അനിയത്തി വരുമ്പോൾ വെച്ച് തരാറുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. അത്രയൊന്നും എത്തൂലെങ്കിലും റെസിപ്പീസൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഞാൻ പുളിക്കറി വയ്ക്കുന്ന ഈ ഒരു ബുക്ക് കൂടെ എടുത്തുകൊണ്ടിട്ടേക്കുന്ന തീ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ അതേ എൻ്റെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എന്നും എടുത്ത് മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. ഇത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്, അതിനൊരു പരിഹാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കഴിക്കാനുള്ള ദോശയും അതുപോലെ തന്നെ കുറച്ച് കട്ടൻ ചായയൊക്കെ എടുത്ത് അതൊക്കെ കഴിച്ചിട്ട് ഇനി എനിക്ക് ക്ലാസ്സുണ്ട്, ഹെയർ എക്സസറീസിൻ്റെ ഓൺലൈൻ ക്ലാസ് എടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിരുന്നതാണ്. ക്ലാസ്സൊക്കെ ഓൾറെഡി ഞാൻ എടുത്തു കഴിഞ്ഞു. എൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ആ ഒരു ഫോണാണുള്ളത്, അതിലാണ് ഞാൻ എല്ലാ പരിപാടീസും ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഇന്നത്തെ നമ്മുടെ അന്നത്തിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹെയർ ബോയാണ് കേട്ടോ ചെയ്തത്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇനി മേക്ക് ചെയ്യാനിരിക്കുന്നുണ്ട്. ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ, അതായത് ഫ്ലവേഴ്സൊക്കെ മേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഹെയർ എക്സസറീസിൻ്റെയും ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇൻഡിവിജ്വൽ ക്ലാസ്സസാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ 2 മണിയാകുമ്പോഴത്തേക്കും പോകണം. ക്രാഫ്റ്റിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് കല്ലമ്പലത്ത് വെച്ചിട്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. അപ്പോൾ ജോലികളൊക്കെ രാവിലെ പടപടയെ ഒതുങ്ങിയാലേ എല്ലാ കാര്യങ്ങളിലും ഒന്ന് ഓടിയെത്തത്തുള്ളൂ. അപ്പോൾ ഒരു ഫ്രോക്ക് ഞാൻ ഇതിന് മുന്നേ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു സംഭവം. ഇതിൻ്റെ കുറച്ച് വർക്ക്, അതായത് സ്കർട്ടിലുള്ള വർക്കുകളൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി യോക്ക് പാർട്ടിൽ കുറച്ച് വർക്ക് പെൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ചെയ്ത് തീർക്കണം. എല്ലാം ഒന്ന് ചെയ്ത് തീർക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. കാരണം സമയമായി. ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ. ഇക്കായും റൈഹും കൂടി കല്യാണത്തിന് പോയിക്കുക. അപ്പോൾ അന്നമ്മേനെ ഒന്ന് വീട്ടിലാക്കണം. അന്നുവിനെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ആ ഒരു ഫ്രോക്ക് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വന്ന് അന്നുവിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ പിന്നെ ക്ലാസ്സിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റുഡൻസൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. 2 മണിക്കാണ് കേട്ടോ എനിക്ക് ക്ലാസ് തുടങ്ങേണ്ടത്. ഞാനൊരു 1:55 ആയി ഇന്നെത്തിയപ്പോൾ. കാരണം വീട്ടിൽ കൊണ്ടുപോയി അന്നുവിനെ വീട്ടിലാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് എന്താണ് നമ്മുടെ പാവ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ ഇന്ന് അവർ വീടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവമാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്. അപ്പോൾ കുറേ നേരം ഇവിടെ 2 മണിക്കൂറത്തെ ക്ലാസ്സാണ് കേട്ടോ. നല്ല രസമാണ് ഇവരോടെയുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും തിരിച്ചിറങ്ങിയ സമയത്ത് മഴയായിരുന്നു കേട്ടോ. ഒന്ന് തുള്ളി മുറിഞ്ഞിട്ടുണ്ട്. കുറേ നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്തു. ഹെൽമറ്റും കാര്യങ്ങളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ വണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. മൊത്തത്തിൽ നനഞ്ഞു കുളിച്ചിരിക്കുക കേട്ടോ. നല്ലപോലെ നനഞ്ഞു കുളിച്ച് വീട്ടിൽ വന്നൊരു തണുത്ത സിപ്പപ്പ് ഓടിച്ചപ്പോഴത്തേക്ക് ആശ്വാസമായി കേട്ടോ.